ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 24 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. അവിടെ മുള്ള് പടർന്നു പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ് നിലം മൂടിയിരിക്കുന്നതും അതിൻ്റെ കന്മതിൽ ഇടിഞ്ഞ് കിടക്കുന്നതും കണ്ടു. ഞാനത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തോട്ടം കാപ്പാനും വേല ചെയ്യുവാനുമാണ്. അതിനായിട്ടാണ് മനുഷ്യനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. പലപ്പോഴും ആരോഗ്യം ഉണ്ടെങ്കിൽ കൂടി അലസമായ ജീവിതം നമ്മെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാം. സദൃശ്യം 14:23 നാം വായിക്കുന്ന എല്ലാ തൊഴിൽ കൊണ്ടും ലാഭം വരും. എന്നാൽ എന്താണ് ദൈവം നമുക്ക് തരുന്ന വിഭവങ്ങളും സമയവും തക്കത്തിൽ ഉപയോഗിച്ച് അധ്വാനശീലരായി നമ്മെ ജീവിക്കുന്നതിൽ നിന്ന് തടയുന്നത്? അത് മടി എന്ന് പറയുന്ന മനുഷ്യന്റെ സ്വഭാവമാണ്. പുതിയ നിയമത്തിൽ നാം തീത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം ഒരു ജനസമൂഹത്തെ കാണുക. അവരുടെ പേര് ക്രേത്തർ എന്നാണ്. ഈ ക്രേത്തരെ സംബന്ധിച്ച് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രേത്തർ അവർ സർവദാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാർ എന്നുമാണ്. എന്നാൽ ഈ ജനസമൂഹത്തിലേക്ക് സുവിശേഷം കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവം അവരെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പൗലോസ് തീത്തോസിനെ ഉണർത്തുക. തീത്തോസിനോടുള്ള പൗലോസിന്റെ വാക്കുകൾ അവിടെ ശ്രദ്ധേയമാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തീരുക എന്നതാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ചും ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. സൽപ്രവൃത്തികളിൽ വർദ്ധിച്ച് വരിക. പ്രിയരെ, ആത്മീക തലത്തിലും നാം ഈ ശുഷ്കാന്തി ഉള്ളവരായിരിക്കും. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, താലന്തുകൾ, അത് ചെറുതോ വലുതോ ആകട്ടെ, അത് വിനിമയം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണോ നാം ചെയ്യുന്നത്? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ അധികം നമ്മുടെ കർത്താവിനായി അധ്വാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.